ഹിറ്റ് മേക്കറായ ചലച്ചിത്ര സംവിധായകൻ VM വിനു ഇക്കുറി കോൺഗ്രസിന് വേണ്ടി കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷൻ വളരെ കാലമായി UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു കിട്ടാക്കനിയായി നിൽക്കുന്ന സാഹചര്യമാണ്. ആ മേഖലയിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് നിലവിലെ ലോക്സഭയിലെ സീറ്റ് നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടെ വലിയ മാറ്റങ്ങൾ വന്നു. ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം ഒരു തരംഗമായി. ഷാഫി പറമ്പിലും MK രാഘവനും വിജയിച്ചു എന്നുള്ളത് ചെറിയ വോട്ടുകൾക്കല്ല, 1.5 ലക്ഷവും 1.25 ലക്ഷം വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കോഴിക്കോട് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു UDF MLA പോലും അവിടെ ഇല്ലാതിരുന്ന സാഹചര്യത്തിലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും മിന്നുന്ന വിജയം നേടി. അതുകൊണ്ട് തന്നെ ഇക്കുറി നഗരഹൃദയങ്ങളിൽ UDFന് വലിയ മേൽക്കൊയ്മ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. UDFന് ഏതൊക്കെ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ 75 സീറ്റുകളിൽ നമുക്കറിയാം, കഴിഞ്ഞ തവണ 14 സീറ്റ് മാത്രമാണ് UDFന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. 40-ൽ കൂടുതൽ സീറ്റുമായി അവിടെ ഇടതുപക്ഷം വീണ്ടും തരംഗം സൃഷ്ടിച്ചു. എന്നാൽ ഇക്കുറി UDFനെ കവച്ചു വെക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള പോളിസികളും ഇടതുപക്ഷം തയ്യാറാക്കുന്നില്ല. UDFന് ഇക്കുറി ഷാഫിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ MK രാഘവൻ്റെ നേതൃത്വത്തിലും അവിടെ MLA മാരെയും അതുപോലെ കൗൺസിലർമാരെയും വിജയിപ്പിച്ചെടുക്കാം എന്ന ശുഭപ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അത് ഏറെക്കുറെ സംഭവ്യമാകുന്ന സാഹചര്യമാണ്. VM വിനു എന്ന വ്യക്തി രാഷ്ട്രീയ പ്രവർത്തകനായി ഇറങ്ങുമ്പോൾ ഏതൊക്കെ രീതിയിൽ വോട്ട് മറിയാൻ കഴിയും, കലാസാംസ്കാരിക കേരളം ഏതൊക്കെ രീതിയിൽ VM വിനുവിനെ സ്വീകരിക്കും. നമുക്കറിയാം, നിരവധി മേഖലയിലുള്ളവർ, IPS ഉദ്യോഗസ്ഥർ, റിട്ടയർ ആയവർ, അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലുള്ളവർ, ചലച്ചിത്ര താരങ്ങൾ ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സുദൃഢമായി കൊണ്ടിരിക്കുകയാണ്. അതായത് കേരളം പരമ്പരാഗത ശൈലി വിട്ട് കലാകാരന്മാരെ രാഷ്ട്രീയ പ്രവർത്തകരായി അംഗീകരിക്കാൻ തയ്യാറാകുന്ന സാഹചര്യമാണ് കേരളത്തിൽ എന്നുള്ളത് പരക്കെ കണ്ടുവരുന്നതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം BJPയുടെ വിജയമായിരുന്നില്ല, ഒരു വ്യക്തിപ്രഭാവം എന്ന രീതിയിലാണ്. കൊല്ലം ജില്ലയിൽ M മുകേഷിൻ്റെ വിജയം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് VM വിനു എന്ന ചലച്ചിത്ര സംവിധായകനും സിനിമാ താരവുമായിട്ടുള്ള വ്യക്തി കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ വോട്ട് മറിയും, കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വിനുവിന് കൊണ്ടുവരാൻ കഴിയുമോ, അതൊക്കെ വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറുകയാണ്. എന്തു തന്നെയായിരുന്നാലും കണ്ണൂർ കോർപ്പറേഷനും കൊച്ചി കോർപ്പറേഷനും പുറമെ മൂന്നാമത് UDF പിടിക്കാൻ സാധ്യതയുള്ള ഒരു കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷൻ പരിണമിക്കുമോ എന്നുള്ളത് കാത്തിരിക്കണം. എന്തായാലും ഡിസംബർ 11-ാം തീയതിയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടെടുപ്പ്, 13-നാണ് വോട്ടെണ്ണൽ. ഏതൊക്കെ രീതിയിൽ മറിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം.